ഡൽഹിയിലെ എൻ്റെ താമസത്തിനിടയിലാണ് സുവർണക്ഷേത്രത്തിലേക്കുള്ള യാത്ര തീരുമാനിക്കുന്നത്. അതിനായി ഡൽഹിയിൽ നിന്ന് 2 മണിക്ക് പുറപ്പെടുന്ന അമൃത്സർ എക്സ്പ്രസ്സിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 6 മണിക്ക് അമൃത്സറിൽ എത്തുന്ന സുവർണക്ഷേത്രത്തിൽ രാത്രി കാഴ്ചകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അന്ന് അവിടെ താമസിച്ചു. കാലത്ത് സുവർണക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഇടുങ്ങിയ കവാടമുള്ള ചരിത്രപ്രസിദ്ധമായ ജാലിയൻ വാലിബാല ബാഗ് ഗേറ്റാണ്. അത് പിന്നിട്ടാണ് സുവർണക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഗുരു രാമദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 13 കിലോമീറ്ററും അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്ററും അമൃത്സർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.7 കിലോമീറ്ററും ദൂരെയാണ് സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുരുനാനക് സ്ഥാപിച്ച സിഖ് മതം ഇന്ത്യയിലെ 5ാമത്തെ ഏറ്റവും വലിയ മതങ്ങളിലൊന്നാണ്. ഇന്ത്യ, UK, മലേഷ്യ, കാനഡ എന്നീ രാജ്യങ്ങളിൽ സിഖ് മതത്തിന് വലിയ പ്രചാരമാണ് ലഭിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും 26 മില്യൺ സിഖുകാരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലോക ജനസംഖ്യയുടെ 0.32% അവരുടെ കണക്ക്. മോക്ഷത്തിൻ്റെ പാതയിൽ ജാതിമത ലിംഗഭേദം അപ്രധാനമാണെന്നാണ് സിഖ് മതം പഠിപ്പിക്കുന്നത്. ഗുരുനാനക്കിൻ്റെ വിശ്വാസം ഹിന്ദു, ഇസ്ലാമിക് വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്.
ക്ഷേത്രത്തിന് കിഴക്കു ഭാഗത്തായി ഒരു കാലങ്കർ എന്നറിയപ്പെടുന്ന സമൂഹ സദ്യക്കായി ഒരുക്കുന്ന വിശാലമായ അടുക്കളയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സൗജന്യ അടുക്കളയാണിത്. അടുക്കള ക്ഷേത്ര സമർപ്പണത്തിൻ്റെ കിഴക്കൻ പ്രവേശമായ കവാടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഒരു ദിവസം 1,00,000 പേർക്കാണ് ഇവിടെ സൗജന്യ ഭക്ഷണം ഒരുക്കുന്നത്. പ്രത്യേക വിശേഷാൽ ദിവസങ്ങളിൽ അത് 2,00,000 വരെ കവിയും. ഇവിടെ വേണ്ടത്ര സാധനങ്ങൾ നൽകുകയും പാചകം ചെയ്യുകയും വിളമ്പുന്നതുമെല്ലാം സമ്പന്ന സന്നദ്ധ സേവകരാണ്. ഇവിടെ വലിപ്പച്ചെറുപ്പമില്ല. സമൂഹത്തിൽ എല്ലാ തുറയിലും ഉള്ളവർ ഇവിടെ ശ്രമദാനം നടത്തുന്നു. ജോലി കഴിഞ്ഞ് വരുന്നവരും അവധിയിലുള്ളവരും വിശ്രമജീവിതം നയിക്കുന്നവരുമെല്ലാം ബിസിനസ്സുകാർ, ഡോക്ടർമാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, വക്കീലന്മാർ, ജഡ്ജിമാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വെറും സാധാരണക്കാർ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ തുറകളുള്ളവരും ഇതിൽ പെടും. ഇന്ത്യയുടെ 7ാമത്തെ പ്രസിഡന്റായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് പോലും ഇവിടെ ഷൂസ് തുടക്കാനും അടുക്കളയിൽ പാത്രം കഴുകാനും ശ്രമദാനം നടത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരുടെ ജാതിയോ മതമോ പേരോ പോലും ഇവിടെ ആരും ചോദിക്കില്ല. എല്ലാവരും ഒരുപോലെ നിലത്തിരുന്നാണ് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത്. എപ്പോൾ ചെന്നാലും എത്ര തവണ ചെന്നാലും വയർ നിറച്ച് ആഹാരം കഴിക്കാം. ഗുരുഗ്രന്ഥ സാഹിബിൽ നിന്നുള്ള കീർത്തനവും സരോവറിലെ കൊച്ചോളങ്ങളും മനസ്സിന് അവർണ്ണനീയവും അവാച്യവുമായ ഒരു അനുഭവമാണ് നേരുന്നത്.